ഇന്നത്തെ ഞങ്ങളെ 3 പേരുടെയും യാത്ര പാലക്കാടേക്കാണ് കേട്ടോ. അതും പാലക്കാട് രഥോത്സവം കാണാൻ. തലേ ദിവസം തന്നെ നാമിയുടെ വീട്ടിൽ എറണാകുളത്തേക്ക് വന്നു ഞങ്ങൾ രണ്ടാളും. അതിനുശേഷം അവിടെ നിന്നാണ് പുറപ്പെട്ടത്. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ രാവിലെ പുറപ്പെട്ടു. വലിയ ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് പാലക്കാട് എത്താൻ വേണ്ടിയിട്ട് പറ്റി. ഒത്തിരി ട്രാഫിക്കുകളൊന്നും സാധാരണ വരുന്ന അത്ര ഒരു ടൈമൊന്നും എടുത്തില്ല. വളരെ നേരത്തെ തന്നെ എത്തി. ഒരു 11:30-12 മണിയോടെ പാലക്കാട് എത്തി. എന്നിട്ട് പോയിട്ട് അവിടുന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. അതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു. കയറിയെടുത്ത് നല്ല നീറ്റും വൃത്തിയൊക്കെ ഉള്ളൊരു കടയിൽ കയറി നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഹോട്ടലിലെത്തി കുളിച്ചു റെഡിയായി അമ്പലത്തിലേക്ക്. ഇവിടേക്ക് വന്നപ്പോൾ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ആ ഉത്സവം എന്ന് പറഞ്ഞാൽ അത്രയേറെ തിരക്കും. എന്നാൽ ആ രഥോത്സവം കാണാൻ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഇന്ന് സഫലമായി തീരുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ കണ്ണനില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം കണ്ണൻ ജോലി തിരക്കായിട്ട് നാട്ടിലാണ്. അപ്പോൾ അത് കാരണം കണ്ണന് വരാൻ പറ്റിയില്ല. കണ്ണന് ഉത്സവങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് തീർച്ചയായിട്ടും ഉണ്ട്. എനിക്കും അതുണ്ട്. പിന്നെ ഞാനും ശ്രാവന്തികയും നാമിയും കൂടെ നന്നായിട്ട് ഉത്സവം നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തു. എല്ലായിടവും നടന്ന് കണ്ടു, അമ്പലങ്ങളിലെല്ലാം തൊഴുതു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ലാത്ത എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളതാണ്. പാലക്കാട് ഇത്രയേറെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റി. ഒത്തിരി ആളുകളെ പരിചയപ്പെട്ടു. പിന്നെ അവർ പറഞ്ഞ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു വെളിപ്പാടകലെ ഞങ്ങളുണ്ടെന്ന് പറയാനായിട്ട് ഒരുപാട് ആൾക്കാർ, അവരുടെ സ്നേഹം അറിയാൻ പറ്റി. ഇത്രയും ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, ഇത്രയും ആൾക്കാർ നമ്മളെ അറിയുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. പാലക്കാടുകാർക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രത്യേക ഒരു സ്നേഹമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞെല്ലാം ഉത്സവമൊക്കെ നന്നായിട്ട് കണ്ടു. രണ്ടാമത്തെ ഉത്സവം കാണാൻ പറ്റി. 15ഉം 16ഉം കൽപ്പാത്തിയിൽ വന്ന ഉത്സവമൊക്കെ കണ്ടു. തേര് വലിക്കുന്നതും എല്ലാം കണ്ടു. രഥസംഗമവും എല്ലാം കണ്ടിട്ടാണ് കേട്ടോ മടങ്ങിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കില്ല എന്നല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ആ തിരക്കിലൊക്കെ എങ്ങനെയോ നമുക്ക് പറയില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടുക. അതൊരു ഭയങ്കര ഒരു പ്രത്യേക കാര്യം തന്നെ കേട്ടോ. നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒത്തിരി തിരക്കും ഒരു ഉത്സവമൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും വരാൻ പറ്റിയ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ഒരു പ്രത്യേക ഒരു വൈബാണ്. ഒരു പ്രത്യേക രീതികളും പ്രത്യേക ഒരു വൈബും ഒക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരധികം ഇഷ്ടമായി. എനിക്ക് പകൽ വരണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പകൽ വരാൻ സാധിച്ചില്ല. 2 ദിവസവും വൈകുന്നേരങ്ങളിലാണ് വന്നത്. പകൽ വന്ന് കാണുമെന്നുണ്ട്. ഇനി എപ്പോഴെങ്കിലും സാധിക്കുമ്പോൾ അടുത്തവണ വരാൻ പറ്റുകയാണെങ്കിൽ പകൽ കൂടി വന്നിട്ട് ഉത്സവം ആസ്വദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്.